ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്കിൻ്റെ എൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പിൻ്റെ വീഡിയോ ഒക്കെ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ ബോയിലോട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഫ്ലവർ മേക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് അലിഗേറ്റർ ക്ലിപ്പിൽ അത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ എടുത്തിരിക്കുന്നത് സാറ്റിൻ്റെ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് റിബണും എടുക്കാം കേട്ടോ. ഇതിന് റിബൺ മതിയാവും. അപ്പം ഞാൻ ഒരു പീസ് മെറ്റീരിയൽ എടുത്തിട്ട് ദേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പെറ്റൽസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 ഇഞ്ച് നീളത്തിലും ഒരു 1.5 അല്ലെങ്കിൽ 1 ഇഞ്ച് വീതിയിലൊക്കെ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര വലിപ്പത്തിൽ വേണോ അത്രയും എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ. ഉരുക്കി കൊടുക്കുമ്പോൾ ഞാൻ ഈ പിടിച്ചിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഉരുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വളഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല വശമാണ് മുകളിലിരിക്കുന്നത്. എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഉൾഭാഗത്ത് കണ്ടോ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു സംഭവം കിട്ടും കേട്ടോ. അത് വരത്തക്ക രീതിയിൽ ഒന്ന് പിടിച്ചിട്ട് അടിഭാഗം കൂടി ഒന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണ്. അപ്പോൾ 5 പെറ്റൽ വെച്ചിട്ടാണ് ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ലീഫും കൂടെ വേണം. ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്ര മതി ലീഫിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ മടക്കിയത് ഒന്നും കൂടി ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഫ്ലവറിന് കട്ട് ചെയ്ത പോലെ തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ 2 സൈഡും ഒന്ന് ഉരുക്കിയെടുക്കണം. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലീഫാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ലീഫിന് മാത്രമല്ല, നിങ്ങൾക്ക് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസും ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. വേറെ കളേഴ്സ് എടുത്തിട്ട് ചെയ്യണം എന്നേ ഉള്ളേ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് സെൻറ്റർ ഭാഗം ഇങ്ങനെ ഒന്ന് ചുളുക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ലീഫ്. ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അല്ല ഉരുക്കി കൊടുക്കുന്നതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒത്തിരി വീഡിയോസ് നമ്മൾ ഹെയർ ആക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ ഒന്ന് നോക്കൂ കേട്ടോ. ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോസ് തന്നെയാണ് എല്ലാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് യൂട്യൂബിന് മനസ്സിലാവുക നമ്മുടെ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു ഇല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇനി വീഡിയോ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്കിത് ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓരോന്നോരോന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഗ്ലൂ ആക്കി കൊടുക്കുന്നത്. ഗ്ലൂ ആക്കിയ ഉടനെ തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്ലൂ ഉണങ്ങി പിടിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും കേട്ടോ. അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മൾ 500 രൂപയുടെ പുതിയൊരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നോളൂ കേട്ടോ. ഒത്തിരിയും വിലക്കുറവ് വന്നിട്ടുണ്ട് എല്ലാ സാധനങ്ങളിലും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്ടമാണ് ചെയ്യാനെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കിറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 5ാമത്തെ പെറ്റൽസും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഒട്ടുന്ന ഏത് പശയും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് തയ്ച്ചെടുക്കണ്ട. തയ്ച്ചെടുത്താൽ ഒരുപാട് ഇങ്ങനെ ഒതുങ്ങിപ്പോവും. ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് രസം ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി സെൻറ്റർ ഭാഗത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. സ്റ്റോൺസോ ബീഡ്സോ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ ലീഫ് ഒട്ടിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ അടിഭാഗത്തേക്ക് ലീഫ് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വെച്ച് നോക്കുക എങ്ങനെയാണ് ഭംഗി വരുന്നതെന്ന് അതനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഈ ലീഫിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പോളനും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ട് അതും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത്ര ഭയങ്കര ഒരു ഇത് ചെയ്യുന്നില്ല. ചെറിയൊരു വർക്കാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിലോട്ട്, ഞാൻ ഇപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിലോട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടിക് ടാക് സ്ലൈഡിലോട്ട് വേണമെങ്കിലും ചെയ്യാം. ഫ്ലവറിൻ്റെ വലിപ്പം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ സെയിം ഫ്ലവർ തന്നെ നമുക്ക് ഹെയർ ബാൻഡിലോട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മധ്യത്തായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ബീഡ്സും അതുപോലെ തന്നെ സ്റ്റോൺസും കൂടി ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ സ്റ്റോണുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കാർഡ്ബോർഡ്, അതായത് നമ്മുടെ ഈ ഒരു പേപ്പറില്ലേ
ക്യാൻവാസിൻ്റെ ഷീറ്റ് അതിൻ്റെ അകത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും ബീഡ്സും സ്റ്റോൺസും ഒക്കെ ഒട്ടിച്ച് അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് ബാലൻസ് വന്ന ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇനി നമുക്ക് ടിക് ടാക് സ്ലൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതിലോട്ട് വേണമെങ്കിലും ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഗോൾഡ് കളർ അലിഗേറ്റർ ക്ലിപ്പാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കിതിനെ എങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നോക്കാം. ജസ്റ്റ് ഗ്ലൂ ആക്കി കൊടുക്കാം. 2-3 രീതിയിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്. ജസ്റ്റ് എൻ്റെ ബാക്കിലോട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. സെൻറ്റർ ഭാഗത്തോട്ട് ഒട്ടിക്കാൻ പോകണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഒട്ടിച്ച് സെറ്റാക്കി വെച്ചേക്കുവാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പിടിക്കാൻ നമുക്ക് പറ്റും, എന്നാൽ രസം ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് അകത്തും പുറത്തും ഒക്കെ കുറച്ച് ഗ്ലൂ ഒന്നാക്കി കൊടുക്കണം. അതിനുശേഷം ക്യാൻവാസിൻ്റെ ഒരു കുട്ടി ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കവറും കൂടെ ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു കട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ആദ്യത്തെ ക്യാൻവാസ് ഷീറ്റില്ലേ, അതിൽ തന്നെ നമുക്ക് ബണ്ണൊക്കെ മേക്ക് ചെയ്യുന്ന മാതിരി ഒന്ന് ഒരു റിബണോ അല്ലെങ്കിൽ ക്യാൻവാസിൻ്റെ പീസോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം അലിഗേറ്റർ ക്ലിപ്പ് വെക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ക്യാൻവാസ് ഷീറ്റുകൾ തമ്മിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പെട്ടെന്ന് ഇളകി പോരത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇത്രയും ഇങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒട്ടുന്ന ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വർക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങളുടെ കയ്യിൽ 1 ഇഞ്ചിൻ്റെ റിബൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും കേട്ടോ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈറ്റ് ഒഴിവാക്കിയിട്ട് വേറെ കളേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.